നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 17-ാം തീയതി, 1200-ാം ആണ്ട് മേടമാസം 4-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. വ്യാഴം എന്ന് പറയുമ്പോൾ ഒരാഴ്ചയിൽ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാണ് വ്യാഴം. കാരണം ഗുരുവിൻ്റെ ദിവസം, ഗുരുവാരം ആണ് വ്യാഴാഴ്ച. പക്ഷേ ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല, ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നക്ഷത്രമല്ല. അപ്പോൾ നമുക്കിന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ദിവസം കൊള്ളാമെങ്കിലും നക്ഷത്രം നല്ലതല്ല. പലതരത്തിലുള്ള തടസ്സങ്ങൾ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് തീരെ കൊള്ളാത്തതാണോ എന്ന് കേട്ടാൽ അല്ല, എങ്കിൽ പോലും നല്ല ദിവസമല്ല. ആകിലും ചില കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് മാറ്റിവെക്കേണ്ട ദിവസം തന്നെയാണ്. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ തൃക്കേട്ട നക്ഷത്രം, മേട മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ഒരു വർഷമാണ്. തൃക്കേട്ടക്കാർക്ക് എങ്ങനെയായാലും ഈ മാസത്തിൽ തൃക്കേട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരെ കാര്യമാണ് പറയണേ, അല്ലാതെ എല്ലാ തൃക്കേട്ടക്കാരൻ്റെയും കാര്യമല്ല. ഈ മേടമാസത്തിൽ തൃക്കേട്ട നക്ഷത്രം വന്നിട്ടുള്ള നിങ്ങൾക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, ജോലിയിൽ ഉയർച്ച ഉണ്ടാവും, ജോലിയില്ലാത്തവർക്ക് ജോലിയെ കൊടുക്കും. അതുപോലെ മറ്റ് ഊഹ കച്ചവടങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം വരും. ഇങ്ങനെ ഐശ്വര്യപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ നക്ഷത്രക്കാർ അറച്ചു നിൽക്കരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും, സാമ്പത്തിക നേട്ടത്തിനിടവരുത്തും, ഐശ്വര്യപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അതേപോലെ തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് 1:56 തൊട്ട് 3:28 വരെയാണ് രാവുകാല സമയം. ഒന്നും നല്ല ദിവസമല്ല ഇന്ന്. രാവുകാല സമയം നോക്കി വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. അതുപോലെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും ഉണ്ടെന്ന്. അതിൽ ഗുളികകാല സമയം വരുന്നത് 9:20 തൊട്ട് 10:52 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:17 തൊട്ട് 7:46 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമല്ല. അതുപോലെ തന്നെ അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന സാഹചര്യം വരും. പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്നൊരു ഡോക്യുമെൻറ്റിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെയൊക്കെ വരുന്ന പല സന്ധികളുണ്ട്. ഈ സമയത്ത് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 12 മണി മുതൽ 12:48 വരെ, 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇടയ്ക്കൊരു 4 മിനിറ്റേ കൊള്ളാതെ ഉള്ളൂ. അപ്പോൾ ഈ സമയവും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ശുഭകാര്യത്തിനെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് തുനിയുമ്പോഴും, നമ്മൾ യാത്ര തിരിക്കുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് മഞ്ഞ കളറ് മിക്സായിട്ടുള്ള വസ്ത്രമോ മഞ്ഞ കളറോ നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. കാരണം മഞ്ഞയ്ക്കൊരു പ്രത്യേകതയുള്ളത്, വ്യാഴത്തിൻ്റെ പവറിനെ നമ്മളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാനുള്ള ശക്തി സ്ട്രെസ്സിനുണ്ട്. അതുകൊണ്ട് മഞ്ഞ കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കുറച്ച് കഷ്ടതയൊക്കെ ഉണ്ട് എങ്കിലും ഐശ്വര്യപ്രദമായി തീരാൻ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.